ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കോലങ്ങളൊക്കെ. പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പുതിയതായിട്ട് നട്ട റണ്ണറും ഒക്കെ ഓടിത്തുടങ്ങി. എനിക്ക് പുതിയ ഇലയൊക്കെ വന്ന് നല്ല മിടുക്കരായിട്ട് വന്നിട്ടുണ്ട്. ലക്ഷ്മിയാണ് കേട്ടോ. ലക്ഷ്മി നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോ ഒക്കെ ഇട്ടതായിരുന്നു. ലക്ഷ്മിയുടെ റിപ്പോർട്ടിങ്ങും ഒക്കെ ഇട്ടതായിരുന്നു. അപ്പോൾ ഇതാണ് സൗണ്ട് അത്രയും ഓക്കെ അല്ല. നമ്മളുടെ അഖില സുന്ദരിയായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ സുഭദ്ര നിറയെ പോവുകയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ വന്നത് എന്തിനാണെന്നോ, ഒരു കാര്യം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്തവണത്തെ മഴയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഈ മഴവെള്ളം വീണിട്ട് ആ ലീഫിൻ്റെയൊക്കെ സ്ട്രക്ചർ തന്നെ അങ്ങ് മാറിപ്പോയി. ലീഫിൽ ഒരു സൈസ് പുള്ളിക്കുത്ത് പോലെ വന്ന് കുറേ ലീഫുകൾക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു സൈസ് പാട് വീണേക്കുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ മഴയ്ക്ക് കൂടുതൽ അസിഡിറ്റി ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ പോട്ടിലെയും വെള്ളം മാറുകയാണ്. വെള്ളം മാറ്റി ഇതായതുകൊണ്ടോ, ഇതിൻ്റെയൊക്കെ സൈഡൊക്കെ ആകെ ഒരു സുഖമില്ലാതെ നിൽക്കുകയായിരുന്നു. ഇതുണ്ടോ, ഈ ലീഫിലൊക്കെ വന്നിട്ടുണ്ടത്. ഇത് രോഗമൊന്നും അല്ല കേട്ടോ. ഇത് വെള്ളം തുള്ളി വീണേക്കുന്ന പാടുകളാണ്. അങ്ങനെ തന്നെ കുറച്ച് ട്യൂബറുകൾക്കൊക്കെ ആ ലീഫൊക്കെ ഒന്ന് മാറിപ്പോയേക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതൊക്കെ ഒന്ന് മാറ്റുകയും ഒന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത്, റിപ്പോർട്ടല്ല, വെള്ളമൊക്കെ മാറ്റി എല്ലാം ഒന്ന് ഭംഗിയാക്കി വയ്ക്കുകയാണ്. വെച്ചിട്ട് കുറച്ച് അസോളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ടബിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓവർഫ്ലോ ചെയ്ത് വിടുന്നുണ്ട്. നമ്മളുടെ കർണയാണ് കേട്ടോ. കർണയുടെ ഫ്ലവർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടായി. ഇതുണ്ടോ, ഇതെല്ലാം പഴയ ഫ്ലവേഴ്സിനെയൊക്കെ ഒന്ന് പഴയ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതൊക്കെയാണ് കേട്ടോ. ഇതിലൊക്കെ നോക്കിയാൽ കാണാം, ആ ലീഫിൽ വെള്ളം വീണേക്കുന്നത് കണ്ടോ, തുള്ളിയായിട്ട് എന്തോ പൊള്ളി പോയേക്കുന്ന പോലെയല്ലേ. നോക്കി, കണ്ടിട്ട് തന്നെ വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് കണ്ടോ, എല്ലാ പോട്ടിലെയും വെള്ളം മാറ്റാൻ വേണ്ടിയാണ്. ഇന്ന് മൊത്തം ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല, ഇത് ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ചെയ്ത് തീർക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ള സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്തേക്കാം. പിന്നെ കുറച്ചെണ്ണത്തിൽ വെള്ളം ഒക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടോ. നിറയെ ബഡ്ഡുകളാണ് കേട്ടോ. ബഡ്ഡുകൾ കൂറ്റിയോ കുറവില്ല. ഇതുണ്ടോ, ഇതെല്ലാം ബഡ്ഡുകളാണ്. നിറയെ ഓരോ ഇതിലും നോക്കി 2 എണ്ണമൊക്കെ വീതമാണ് ബഡ്ഡുകൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റ് പിയോണിയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് കേട്ടോ. ഇന്ന് തീരില്ല, അതിപ്പോഴേ പറയുന്നു. കുറച്ചൊന്ന് ഓവർഫ്ലോ ഒക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഇതാക്കി നിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ പൂവൊക്കെ തീർന്ന ഭാഗമാണ്. സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന് അസിഡിറ്റി കൂടിയത് കൊണ്ടാണ്. ഇതുണ്ടോ, ആ അസോളയുടെ കളറൊക്കെ മാറിയേക്കുന്നുണ്ടോ, അതാണ് പ്രശ്നം. ഈ അസോള ഇട്ടാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളുടെ ഒരു ആമ്പലാണ്. എനിക്ക് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. നാളെ വിരിയെന്ന് തോന്നുന്നു. കുറേ നാളായി കാത്തിരുന്ന് ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണ്. ഏതെനമാണെന്ന് എനിക്കറിയില്ല. വൈറ്റ് കളറാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ഇത് പിന്നെ നമ്മളുടെ ഫോറിനർ റിപ്പോർട്ട് ചെയ്തിട്ട് ആ റണ്ണറൊക്കെ എടുത്തിട്ടിരുന്നതാണ്. അതിന് വരെ സ്റ്റാൻഡിങ് ലീഫായിട്ടുണ്ട്. താമസിയാതെ തന്നെ ഫ്ലവറും ആവുന്ന ഒരു ഇനമാണ് കേട്ടോ. വൈറ്റ് ഫോറിനറാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ താമര വിശേഷങ്ങൾ. നാളെ ഇതെല്ലാം തന്നെ വെള്ളം മാറ്റി നല്ല ഇതാക്കാൻ വേണ്ടി ഉള്ള ഒരു പണിയിലാണ്. ഇവളാണ് ഇന്നത്തെ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നത് കണ്ടോ. മുട്ടുകൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. ചെറിയ പൂട്ടിൽ വരെ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ റിപ്പോർട്ടൊക്കെ ചെയ്ത് എടുക്കേണ്ടതാണ് കേട്ടോ. ഇതിലൊക്കെ മുട്ടുകളായിട്ട് നിൽപ്പുണ്ട്. ചെറിയ പൂട്ടിലാണെങ്കിൽ പോലും മുട്ടുകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ താമര വിശേഷം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, നല്ല സൂപ്പറായിട്ടിരിക്കുക.
ആകാശത്തൂടെ പോകാൻ തോന്നണല്ലേ, ഈ ആകാശം കാണുമ്പോൾ ഇങ്ങനെ പറന്നു പോകാൻ തോന്നണം. നല്ല സുന്ദരൻ ആകാശമല്ലേ, കറങ്ങി നിൽക്കണം അല്ലേ, എന്ത് രസമാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു.